അമിത്ഷാ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. BJP കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും അവസാനിച്ചതിന് ശേഷം അല്പസമയം മുൻപാണ് മൊറാർജി ഭവനിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് തിരിച്ചത്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ നിർണായകമായ യോഗങ്ങളായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ BJP കോർ കമ്മിറ്റി യോഗത്തിലും അതോടൊപ്പം തന്നെ NDA നേതൃയോഗത്തിലും ചർച്ചാ വിഷയങ്ങളാക്കിയത്. ഒരു പ്രാവശ്യം കൂടി അദ്ദേഹം വരും എന്നാണ് BJP നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. വളരെ നിർണായകമായ കൂടിക്കാഴ്ചകളും വിലയിരുത്തലുകളുമായിരിക്കും നടക്കുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ, രാഷ്ട്രീയ ചർച്ചകൾ, ഇതൊക്കെ വളരെ വിശദമായി തന്നെ അദ്ദേഹം വിലയിരുത്തി എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിക്കുകയാണ് തലസ്ഥാനത്ത് നിന്നും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ആവേശകരമായ ഒരു ദിവസം പിന്നിടുകയാണ്. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഡൽഹിക്ക് തിരിക്കുകയാണ്. ഈ ഒരു ദിവസം അതിപ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയായിരുന്നു, ആവേശകരമായ ദിവസം തന്നെയായിരുന്നു. സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ നിരവധി ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ യോഗങ്ങൾക്കുമൊക്കെ ശേഷമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് ടെക്നിക്കൽ ഏരിയയിൽ, ശംഖുമുഖത്ത് വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ ഇപ്പോൾ പ്രത്യേക വിമാനം സജ്ജീകരിച്ചിരിക്കുകയാണ്. ആ വിമാനത്തിലാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങുന്നത്. നേതാക്കളടക്കം യാത്രയാക്കുന്നതിന് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ വിമാനത്തിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ അമിത്ഷാ ടെക്നിക്കൽ ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം അമിത്ഷായെ യാത്രയാക്കുന്നതിനായി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പകൽ ആവേശകരമായ ഒരു പകലായിരുന്നു ഇന്നത്തെ ഒരു പകലെന്ന് പറയുന്നത്. നിരവധി യോഗങ്ങൾ, അതോടൊപ്പം തന്നെ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതും നിർണായകമായ ചില കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയ ശേഷമാണ് ഇന്നത്തെ പകൽ പൂർത്തിയാക്കി അമിത്ഷാ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും, അനന്തപുരിയുടെ മണ്ണിൽ നിന്നും യാത്ര തിരിക്കുന്നത്. ആവേശകരമായ ഒരു ദിവസം കടന്നുപോയിരിക്കുന്നു. അതിൽ നിർണായകമായ നിരവധി ചർച്ചകൾ നടന്നു, നിരവധി യോഗങ്ങൾ നടന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധി സമ്മേളനം നടന്നു. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലർമാരെ അടക്കമുള്ളവരെ കൗൺസിലർമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. അങ്ങനെ നിർണായകമായ ചില യോഗങ്ങളും അതോടൊപ്പം തന്നെ കൂടിക്കാഴ്ചകളും എല്ലാം നടത്തിയ ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നും, അനന്തപുരിയുടെ മണ്ണിൽ നിന്നും ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. അമിത്ഷാ പോകുന്ന വിമാനം സജ്ജീകരിച്ചിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ ഇനി നടപടിക്രമങ്ങൾ കൂടി മാത്രമാണ്. നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ വിമാനം പുറപ്പെടും. അമിത്ഷാ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകമായ സജ്ജീകരിച്ചിരിക്കുന്ന വിമാനത്തിലാണ് മടക്കയാത്ര. നമുക്കറിയാം, ഈ ഒരു യാത്ര 2026 പിറന്നതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആദ്യ സന്ദർശനം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സന്ദർശനത്തിൽ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു യോഗത്തിന് ചില സവിശേഷതകൾ അടക്കം ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്രയ്ക്കും. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആ വിജയം പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗങ്ങളും നിർണായക ചർച്ചകളും എല്ലാം നടത്തിയിരുന്നു. ഇതിലെല്ലാം പങ്ക് ചേരുകയും അമിത്ഷായുടെ ഭാഗത്തുനിന്നടക്കം ഉപദേശങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളടക്കം നൽകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കോർ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃയോഗവും നടന്നിരുന്നു. ഈ കോർ കമ്മിറ്റിയിലും നേതൃയോഗത്തിലുമെല്ലാം അമിത്ഷായുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മനസ്സ് പങ്കുവച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കളും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സന്ദർശനം പൂർത്തിയാക്കി, ഈ ഒരു പകൽ പൂർത്തിയാക്കി ഇപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും അമിത്ഷാ യാത്രയാകുന്നത്. വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഒരു യാത്ര വലിയ ഒരു ആവേശകരമായ യാത്രയാണ് ഈ കേരള സന്ദർശനം എന്ന് പറയുന്നത്. ഇന്നത്തെ കേരള സന്ദർശനം ഒരു ആവേശകരമായ സന്ദർശനമായിരുന്നു. പ്രത്യേകിച്ച് BJP സംബന്ധിച്ചും അതോടൊപ്പം തന്നെ പ്രവർത്തകരെ സംബന്ധിച്ചും വലിയ ആവേശം നിറയ്ക്കുന്ന, അല്ലെങ്കിൽ വലിയ ആത്മാഭിമാനം നൽകുന്ന ഒരു സന്ദർശനം കൂടിയായിരുന്നു ഇന്നത്തെ സന്ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPക്ക് വലിയ
രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നു. ആ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്ന ആ വിജയത്തിൻ്റെ ഒരു നിർവൃതിയിൽ കൂടി നിൽക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്, കേരളത്തിലെത്തുന്നത്, അനന്തപുരിയുടെ മണ്ണിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും സവിശേഷത. എന്തായാലും ഒട്ടേറെ കാര്യങ്ങൾ, ഒട്ടേറെ ചർച്ചകൾ, ഒട്ടേറെ യോഗങ്ങൾ എല്ലാം ഈ പകലിൽ നടന്നു. അതിനുശേഷമാണ് അദ്ദേഹം യാത്രയാകുന്നത്. ഇനി ഒരിക്കൽ കൂടി ഈ വർഷം തന്നെ ഇനി ഒരിക്കൽ കൂടി അദ്ദേഹം എത്തും എന്നുകൂടി പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വലിയ വിജയം സാധിച്ചാൽ അനന്തപുരിയിൽ എത്തുമെന്നും ശ്രീപത്മനാഭനെ കണ്ട് ദർശനം നേടുമെന്നും അടക്കം അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വാക്ക് കൂടിയാണ് ഇന്ന് രാവിലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ചില നിർണായക യോഗങ്ങളും നേതൃസംഗമങ്ങളും അടക്കം നടന്നത്. അതെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ചർച്ചകളും കോർ കമ്മിറ്റിയും സംസ്ഥാന നേതൃയോഗങ്ങളും അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് അമിത്ഷാ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും യാത്രയാകുന്നത്. വലിയ ആവേശമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്തു നിന്നായാലും ശരി, മറ്റ് എല്ലാ ഭാഗത്തു നിന്നും നേതാക്കളുടെ ഭാഗത്തും എല്ലാം വലിയ ആവേശവും ആത്മവിശ്വാസവും കൂടി നൽകുന്നതായിരുന്നു ഈ സന്ദർശനം എന്നത് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ നിർണായകമായിട്ടുള്ള ചർച്ചകളും യോഗങ്ങളും എല്ലാം പൂർത്തിയാക്കിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് മലയാളി മണ്ണിൽ നിന്നും, കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും, അനന്തപുരിയുടെ മണ്ണിൽ നിന്നും യാത്രയാകുന്നത്. ഇനി ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അനന്തപുരിയിലേക്ക് എത്തും. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പലതവണ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ വലിയ വിജയം കാഴ്ചവെച്ചാൽ BJP ഭരിക്കാൽ 41-ാം ദിവസം ഇവിടേക്ക് നരേന്ദ്രമോദി എത്തുമെന്ന്. ആ വാഗ്ദാനം കൂടി പാലിക്കപ്പെടാൻ പോകുന്നു. വൈകാതെ തന്നെ, ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തും. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്, തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. ഒരു പകൽ മുഴുവനും നീണ്ടു നിൽക്കുന്ന ചർച്ചകളും യോഗങ്ങളും എല്ലാം നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലർമാരും അടക്കം ചേർന്നൊരു ജനപ്രതിനിധി സമ്മേളനവും നടന്നിരുന്നു. വലിയ ആവേശമായിരുന്നു ജനപ്രതിനിധി സമ്മേളനത്തിൽ ഈ വിജയം വരിച്ച കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തകരുമായി എല്ലാം അമിത്ഷാ സംസാരിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ഈ വിജയവുമായി ബന്ധപ്പെട്ടുള്ള അഭിവാദ്യം ഈ പ്രവർത്തകരെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൻ്റെ കാഴ്ചപ്പാടുകളും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ പ്രവർത്തന രീതിയും BJPയുടെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തൻ്റെ അഭിപ്രായം ആ യോഗത്തിൽ പറയുകയും ചെയ്തു, ജനപ്രതിനിധി സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. അങ്ങനെ ആവേശകരമായി മാറിയ ഒരു പകലിന് ശേഷമാണ് ഇപ്പോൾ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും, കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും അമിത്ഷാ യാത്രയാകുന്നത്. അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ. പ്രത്യേക സജ്ജീകരിച്ച് വിമാനത്തിലേക്ക് അമിത്ഷാ കയറി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള സാങ്കേതികമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ആ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ വിമാനം പറന്നുയരും. സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം അമിത്ഷായെ യാത്രയാക്കുവാൻ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഴുതടിച്ച സുരക്ഷാ സംവിധാനങ്ങളും ഈ ശംഖുമുഖത്തിൻ്റെ ടെക്നിക്കൽ ഏരിയ ഭാഗത്തും അതോടൊപ്പം തന്നെ അമിത്ഷായുടെ യാത്ര കടന്നുവരുന്ന വാഹനവ്യൂഹം കടന്നുവരുന്ന എല്ലാ സ്ഥലത്തും പഴുതെടുത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ആ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ടെക്നിക്കൽ ഏരിയയാണ്. ശംഖുമുഖം അതായത് വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയ ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ടെക്നിക്കൽ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ വിമാനം സജ്ജീകരിച്ചിരിക്കുന്നത്. വിമാനത്തിൽ അല്പസമയത്തിനുള്ളിൽ വിമാനം ഉയരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിമാനം ഇപ്പോൾ അമിത്ഷായും വഹിച്ചുകൊണ്ടുള്ള വിമാനം നീങ്ങിത്തുടങ്ങിയിരിക്കുന്ന റൺവേയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിമാനം റൺവേയിലേക്ക് നീങ്ങുകയാണ്, യാത്ര പുറപ്പെടുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നും മടങ്ങുന്നു, മലയാളി മണ്ണിൽ നിന്നും മടങ്ങുന്നു, അനന്തപുരിയിൽ നിന്നും മടങ്ങുന്നു. ആവേശകരമായൊരു പകൽ പൂർത്തിയാക്കി അമിത്ഷാ യാത്രയാകുകയാണ്, കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും യാത്രയാകുകയാണ്. അതിനിർണായകമായിട്ടുള്ള ചില യോഗങ്ങൾ, നിർണായകമായിട്ടുള്ള മീറ്റിംഗുകൾ അടക്കം നടന്നിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ശരി പ്രശാന്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്.